chicken stew. Coconut oil. ഒരു 1.5 tablespoons. കുറച്ച് കടുക്, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇട്ടാൽ മതി. കുറച്ച് കടുക്, കടുക് പൊട്ടുന്നവരെ വെയിറ്റ് ചെയ്യുക, എന്നാലേ എണ്ണ ചൂടായെന്ന് മനസ്സിലാവുള്ളൂ. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. എണ്ണ ചൂടായി. ഇനി ഇതിനകത്ത് കുറച്ച് കറിവേപ്പില, ഇനി ഇതിനകത്ത് കുറച്ച് ജിഞ്ചർ ആൻഡ് ഗാർലിക്, ഇനി കുറച്ച് ഉള്ളി, ജിഞ്ചറും ഗാർലിക്ക് കുറച്ചങ്ങ് ഓവറായിട്ട് ഫ്രൈ ആയിപ്പോയി. പക്ഷെ അത്രയ്ക്കും ഫ്രൈ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, 3 പച്ചമുളക്, ഒരെണ്ണം കീറിയിടുന്നു, ബാക്കി 2 ഫുള്ളായിട്ട് ഇടുക. തീ അങ്ങ് കുറച്ചേക്കുക. കുറച്ച് ഹോൾ സ്പൈസസ്, കുറച്ച് പട്ട, ഗ്രാമ്പ്, ഏലക്ക, പിന്നെ കുറച്ച് ഹോൾ കാർഡമംസ്. കുറച്ച് കരിഞ്ഞു പോയി. ഞാൻ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും സാധനങ്ങളൊക്കെ വെട്ടിയെടുക്കുന്ന കാരണം കുറച്ച് സമയം പോയി അതിൽ. എനിവേ, നിങ്ങളിങ്ങനെ കരിക്കരുത് കേട്ടോ. എല്ലാം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം പാകം ചെയ്യാൻ. ഇനി അടുത്തത് വെജിറ്റബിൾസ്, രംഗ് ബിരംഗി വെജിറ്റബിൾസ്, ക്യാരറ്റ്, ബീൻസ് ആൻഡ് പൊട്ടാറ്റോ. നമ്മുടെ ഫസ്റ്റ് ടൈം വീഡിയോ റെക്കോർഡിംഗ് ഓഫ് റെസിപ്പിയാണ്. സോ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട്. ഈ മൾട്ടി ടാസ്കിങ് അത്ര ശരിയാവുന്നില്ല. ക്യാമറ റൺ ചെയ്യുക, പോസ് ചെയ്യുക, കുക്ക് ചെയ്യുക, അരിയുക, എല്ലാം അതൊന്നും ശരിയാവില്ല. മേ ബി നെക്സ്റ്റ് ടൈം കുറച്ചുകൂടി ബെറ്റർ ആവും. ഇനി അടുത്തത് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് അനുസരിച്ച് ഉപ്പിട്ടുള്ളുക. ഒരു 5 മിനിറ്റ് സോട്ടേ ചെയ്യുക ഈ വെജിറ്റബിൾസിനെയൊക്കെ. ആ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ. ഇനി അടുത്തത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. ഒരു ചെറിയ കറക്ഷൻ, വെള്ളം ഒഴിക്കുന്നതിന് മുന്നേ നമുക്ക് ചിക്കനെ ഇട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഓക്കെ, ഇനി അടുത്തത് ചിക്കൻ. ചിക്കൻ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ലൈറ്റായിട്ട് നാരങ്ങയും വെച്ച് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ചിക്കനും ഇട്ട് നല്ല മിക്സ് ചെയ്ത് റെഡിയാക്കുക. കുറച്ച് നേരം സോട്ടേ ചെയ്ത് ഒരു 5 മിനിറ്റ്സ് അങ്ങനെ പോരട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം കേട്ടോ. മീൻ വയൽ ഞാൻ ആ വെള്ളത്തിനെ ഒരു കെറ്റിലിൽ ഞാൻ ചൂടാക്കുവാണ്. സോ ആ 5 മിനിറ്റിന് വെള്ളം ചൂടാവും. അടച്ചു വയ്ക്കുവാണ്.
ചിക്കൻ അങ്ങനെ കുറച്ച് നേരം വഴണ്ടു. ഇനിയിപ്പം വെള്ളം ഒഴിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഞാനിപ്പം വെള്ളം ഒഴിക്കുന്നതായിരിക്കും. ഇപ്പോൾ കുറച്ച് വെള്ളം ഒഴിക്കാൻ പോവുകയാണേ. ഇനി ഇതിനകത്ത് ഒരു ഇച്ചിരി തേങ്ങാപ്പാലും കൂടെ ഒഴിക്കുക. ബേസിക്കലി ലൂസായിട്ടുള്ള തേങ്ങാപ്പാൽ വേണം. എൻ്റെ കയ്യിൽ തിക്കായിട്ടുള്ളതേ ഉള്ളൂ. അപ്പോൾ കുറച്ച് നല്ല ചൂടുവെള്ളവും കുറച്ച് തിക്ക് തേങ്ങാപ്പാലും ഒഴിച്ചിട്ട് അതിനെ കുറച്ച് ലൂസാക്കുക. എന്നിട്ട് ഈ പാലിൽ വേണം ഇത് കിടന്നൊന്ന് വേഗം. ഒരു ഇച്ചിരിയും കൂടെ അങ്ങ് ഒഴിച്ചേക്കാം. ഓക്കെ, ഡൺ. ഗുഡ്. ഇനി ഇതിനെ അടച്ച് വെച്ച് ഒരു 15 മിനിറ്റോ 10 മിനിറ്റ് മതി. 10 മിനിറ്റ് ഇതൊന്ന് വേട്ടെ. ഓക്കെ, ഒരു ലോ ഫ്ലെയിമിലാണ് തിളപ്പിക്കേണ്ടത്. സോ ഒരു 5 to 7 മിനിറ്റ്സ് കഴിഞ്ഞിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കണേ. ഓൾമോസ്റ്റ് 5 മിനിറ്റ്സ് ആയി. ഞാനിപ്പോൾ കുറച്ച് ഗരം മസാല ആഡ് ചെയ്യുവാണ്. ഓക്കെ, ഒരു 10 മിനിറ്റ്സ് 12 മിനിറ്റ്സ് ആയിട്ടുണ്ടാവും. നല്ല മണം. ചിക്കൻ എല്ലാം വെന്തു. യെസ്, ചിക്കൻ വെന്തു, ഉരുളക്കിഴങ്ങ് വെന്തു, ക്യാരറ്റും വെന്തു. യെസ്, ബീൻസ് പിന്നെ ഓട്ടോമാറ്റിക്കലി ബീൻസ് വെന്തു. അപ്പം ടൈം ഫോർ thick coconut milk. Okay, okay. ഇനി ഭയങ്കര സിമ്മറിൽ ഒരു 5 മിനിറ്റ്സും കൂടെ ഇതിനെ വയ്ക്കണം. കുറച്ച് കറിവേപ്പില ഇടണം. ഞാൻ കുറച്ച് കറിവേപ്പില ഇട്ടു. ഇനി കുറച്ച് പെപ്പർ പൗഡർ, ഒരു ലൈറ്റായിട്ട് പെപ്പർ പൗഡറും കൂടെ ഇടുക. ഇനി ഞങ്ങളുടെ ഹോം ഗ്രോൺ കറി ലീവ്സ് ഒന്ന് ഇതിൻ്റെ മുകളിൽ അങ്ങ് വെച്ച് കൊടുക്കുവാണ്. ഇതാ പിടിച്ചോ, ഒരു ജാടയ്ക്ക്. ഇനി ഇത് മെല്ലെ ഇങ്ങനെ സിമ്മറാവട്ടെ ഒരു 5 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ. കേരള ചിക്കൻ സ്റ്റൂ റെഡി ആയി കഴിഞ്ഞു. ഇതാ സിമ്മർ ചെയ്ത് നല്ല ചെറിയൊരു തിള. ഇനിയിപ്പം വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഇതിന് വെള്ളം ഒഴിക്കാം. പെപ്പർ ഓൾറെഡി ഇട്ടു. വേണമെങ്കിൽ ഒരു ഇച്ചിരി പെപ്പറും ഒരു ഇച്ചിരി ഗരം മസാല പൗഡറും വേണമെങ്കിൽ ഇടാം. എൻ്റെ ടേസ്റ്റിന് ഇതെല്ലാം കറക്റ്റായിരിക്കുന്നു. സോ ഞാൻ ഇനി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓൾ ഡൺ. താങ്ക് യു സോ മച്ച്.